നമസ്കാരം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൽ വൻതോതിൽ മുന്നോക്കം പോയിരിക്കുകയാണ് കേരളത്തിൽ ബി.ജെ.പി. ഇടതു വലതു മുന്നണികൾ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കാനിരിക്കുകയാണ്. കേരളത്തിൽ 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്തെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ മാസം 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. നേടിയ ഐതിഹാസികമായ വിജയത്തിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാനത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. ഈ ചടങ്ങിൽ തന്നെ കേരളത്തിൽ ബി.ജെ.പി. വിജയം പ്രതീക്ഷിക്കുന്ന 40 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കേരളത്തിൽ ഇക്കുറി 30 മുതൽ 35 വരെ സീറ്റുകൾ വിജയിക്കാനാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. എ ക്ലാസ് മണ്ഡലമായി ബി.ജെ.പി. കണക്കാക്കുന്ന മണ്ഡലങ്ങൾ ഏറെക്കുറെ ഇത്തരത്തിലാണ്. ഈ മണ്ഡലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും. ഇതിൽ തിരുവനന്തപുരത്തെ 3-4 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പാലക്കാട് 2 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. തൃശ്ശൂരിൽ 2 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ 1-2 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. കാസർഗോഡ് 2 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ബി.ജെ.പി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും 35,000-ലധികം വോട്ടുകൾ നേടിയ വോട്ടുകൾ സമാഹരിച്ച മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബി.ജെ.പി. എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കാനും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുമാണ് ബി.ജെ.പിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന്റെ ചുമതലയുള്ള നേതാക്കന്മാർ പ്രവർത്തിക്കും. ഇവിടേക്ക് RSSന്റെ മുഴുവൻ സമയ പ്രചാരകന്മാരെത്തും. ഇവർ കൃത്യമായി തന്നെ ഗ്രാസ് റൂട്ട് ലെവൽ അടിത്തട്ടിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കും. അങ്ങനെ വരുന്ന 4 മാസം കൊണ്ട് തന്നെ സമ്പൂർണമായ ഒരു പ്രചരണ പരിപാടിയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ലക്ഷ്യമിടുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നേമം നിയോജകമണ്ഡലത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ R. ചന്ദ്രശേഖർ തന്നെ സ്ഥാനാർത്ഥിയാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കഴക്കൂട്ടത്ത് പി. മുരളീധരൻ, കാട്ടാക്കടയിൽ P.K. കൃഷ്ണദാസ്, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ. സുരേന്ദ്രന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ നടൻ S. കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ, ചെങ്ങന്നൂരിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പാലയിൽ ഷോൺ ജോർജ്, കോട്ടയത്ത് പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിരവധി മറ്റു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി.ജെ.പിയുടെ ദേശീയ ചുമതലയുള്ള നേതാക്കന്മാർ മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് ബി.ജെ.പി. വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. അതുപോലെ കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും ബി.ജെ.പി. വിജയപ്രതീക്ഷ പുലർത്തുന്നു. തൃശ്ശൂരിൽ 2 മണ്ഡലങ്ങളിൽ ഇക്കുറി വിജയിക്കാനാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കൂട്ടൽ. അങ്ങനെ 30 മുതൽ 35 വരെ സീറ്റുകളാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നെങ്കിലും 10 സീറ്റുകളെങ്കിലും ഇക്കുറി വിജയിച്ചേ തീരൂ എന്നുള്ളതാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ 10 സീറ്റെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ മാത്രമേ 2031 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ പാർട്ടിക്കാകൂ എന്നുള്ള കണക്കുകൂട്ടലിലാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം.